എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതിക്കോട്ടെ. കരുതുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈക്ക് ഓൺ ആക്കണ്ട. ജസ്റ്റ് ഒരു തമ്പ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തമ്പ് ഇട്ടാൽ മതി. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടെ വിദ്യാവീതിയുടെ പുതിയൊരു ബാച്ച് കൂടി ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ബാച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാവരും ചെറിയൊരു പേടിയോടുകൂടി വന്നിരിക്കുന്ന ഒരുപാട് ബഹുമാനപ്പെട്ട സീനിയർ അധ്യാപകരാണ്. കൂടുതലായും ഇതിൻ്റെ അകത്ത് ഉള്ളതൊരു 200 പേരുണ്ടെങ്കിൽ അതിലൊരു 50 പേരും നമ്മുടെ LP UP സ്കൂളുകളിലെ HM-മാര് അല്ലെങ്കിൽ ഈ വർഷം HM-മാരാകാൻ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളും ആണ്. കാരണം അവര് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നപ്പം ഇനി എന്തായാലും ഈ ഒരു കുറവ് വേണ്ട എന്ന് കരുതി തന്നെ ജോയിൻ ചെയ്ത ആളുകളാണ്. നിങ്ങൾ മൈക്ക് ഓൺ ആക്കാതെ ശ്രദ്ധിക്കണം. കാരണം മൈക്ക് ഓൺ ആക്കിയിട്ടാല് മറ്റുള്ളവർക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, 19-ാം തീയതി പറഞ്ഞിരുന്നു ഒരു ബാച്ച് 200 പേരിൽ നമ്മൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് 200 പേരെക്കാൾ കൂടുതൽ നമുക്ക് അവസാനം കുറച്ചുകൂടി കൂട്ടേണ്ട വന്നു. 200 പേരെക്കാൾ കൂടുതൽ ആളുകളെ എടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇപ്പൊ ഈ ക്ലാസ്സിൽ ലൈവായിട്ട് 224 പേർ ഞാൻ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. നമ്മളുടെ ആ ഗ്രൂപ്പ്, നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കേട്ടറ്റ് കാറ്റഗറി 1, കേട്ടറ്റ് കാറ്റഗറി 2, കേട്ടറ്റ് കാറ്റഗറി 4 ഈ 3 കാറ്റഗറിക്കാരെയും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ തീർത്തു തരും. എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് പരിശീലനം തരുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, വിജയാശംസകൾ. നമ്മളെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരുപാട് പേര് വന്നു ചേർന്നിട്ടുണ്ട്. വിദ്യാവീതി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ലാതെ പലരും പറഞ്ഞു കേട്ട അറിവോടുകൂടിയാണ് ചിലർ വന്നിരിക്കുന്നത്. ഇത് തട്ടിപ്പാണോ പറ്റിപ്പാണോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ ക്ലാസ് തന്നെ നേരെ ജോലി കിട്ടുമോ എന്ന് പോലും അറിയത്തില്ലാത്ത ഒരു രീതിയിൽ നിൽക്കുന്ന ഒരുപാട് അധ്യാപകർ ഇവിടെയുണ്ട്. എന്നാൽ ഞാൻ ഉറപ്പ് തരാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2 വിഭാഗങ്ങളിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കേട്ടറ്റ് പരിശീലന സ്ഥാപനമായി ഇന്ന് വിദ്യാവീതി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 407 പേർക്കാണ് കഴിഞ്ഞ ലാസ്റ്റ് നടന്ന സെപ്റ്റംബർ 18-ാം തീയതി നടന്ന പരീക്ഷയിൽ നമ്മളെ അടുത്തുനിന്ന് പങ്കെടുത്തത് 407 അധ്യാപകരാണ്. ഇപ്രാവശ്യം നമ്മളതൊരു 1000-ന് മേളിലേക്ക് എത്തി. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ, കാരണം നിങ്ങൾ പറയണം, മറ്റുള്ളവരെ അറിയണം. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകൾ എത്രത്തോളം മെച്ചപ്പെടുത്തി ഞങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രത്തോളം മെച്ചപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് തരും. പിന്നെ നമ്മൾ ആരംഭിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 1, കേട്ടറ്റ് കാറ്റഗറി 2, കേട്ടറ്റ് കാറ്റഗറി 4. ഇതിൽ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 4-ൽ ജനറൽ സബ്ജക്ട് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ. കാരണം LP UP സിലബസ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ തരുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരിക്കൽ കൂടി വിദ്യാവീതി കുടുംബത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലേ? നിങ്ങളത് വായിച്ചു കാണുമെന്ന് കരുതുന്നു. നമ്മൾ അതിൻ്റെ അകത്തെ പൊതുവായ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അധ്യാപകരും കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് വന്നവരാണ്. അതില് സാർമാരുണ്ട്, ടീച്ചർമാരുണ്ട്, സിസ്റ്റർമാരുണ്ട്. അപ്പൊ നമ്മൾ ആരുടെയും പ്രൈവസി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലുള്ള ആരുടെയും നമ്പർ പേഴ്സണലി എടുത്ത്, നിങ്ങൾക്ക് പരിചയമുള്ളവർ, നിങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്നവരോ നിങ്ങളുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ എടുത്ത് ഒരു കാരണവശാലും നിങ്ങൾ അതിൽ മെസ്സേജ് അയക്കരുത്. കാരണം നമുക്ക് ഇതിനു മുൻപും പല പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും ഞാൻ മാധ്യസ്ഥം വഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ ഒരു ഹായ് അയക്കുന്നതായിരിക്കാം, അത് പല പ്രശ്നങ്ങൾക്കും പിന്നീട് പിൽക്കാലങ്ങളിൽ വഴിവെച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടറ്റ് പഠിക്കുക, വിദ്യാവീതി വന്നതിന് ശേഷം ഈ ഒരു പരീക്ഷ കൊണ്ട് കേട്ടറ്റ് ജയിച്ചു പോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നല്ലൊരു പൈസ മുടക്കി അത്യാവശ്യം ഒരു വലിയൊരു ഫീസ് അടച്ച് ആണ് നമ്മൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ആ പൈസ നിങ്ങൾ അടച്ചതിന് നിങ്ങൾക്കും ഗുണം ഉണ്ടാവണം, ഞങ്ങൾക്കും ഗുണം ഉണ്ടാവും. ഇതോടുകൂടി നിങ്ങൾ തീർന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ ശ്രമിക്കണം. നമുക്ക് അറിയാവുന്നത് പോലെ നിങ്ങൾ ഈ ഒരു പരീക്ഷ നമുക്ക് എന്ത് ചെയ്യണം, കടക്കണം. അല്ലാതെ നമ്മൾ ഇവിടെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ആർക്കും വേണ്ട. നമുക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ, ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്ക് പഠിക്കാൻ നാളെ മുതൽ നമ്മളുടെ സബ്ജക്റ്റ് ആരംഭിക്കും. ഫസ്റ്റ് നമ്മൾ മലയാളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കാറ്റഗറി 1-നും കാറ്റഗറി 2-നും കാറ്റഗറി 4-നും ഒരുപോലെ വേണ്ട ഒരു പേപ്പറാണ് ലാംഗ്വേജ് 1 മലയാളം. ആ ലാംഗ്വേജ് 1 മലയാളം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ നാളെ വരുമ്പോൾ കാണേണ്ടത്
ഒരു വലിയ നോട്ട് ബുക്കാണ്. നമുക്കത് മാത്രമാണ് ഏറ്റവും വേണ്ടത്. കാറ്റഗറി 1ഉം 2ഉം എഴുതുന്നവർക്ക് 2 നോട്ട് ബുക്ക് വേണം. അതിൽ ഒരെണ്ണം ഇച്ചിരി ചെറുതായാലും കുഴപ്പമില്ല, ഒരെണ്ണം വലുതായിരിക്കണം. കിട്ടാവുന്നതിൽ ഇപ്പൊ നമുക്ക് ക്ലാസ്മേറ്റിന്റെ ഒക്കെ ബുക്ക് കിട്ടും, വലിയ ബുക്ക് കിട്ടും. അതുകൂട്ട് കിട്ടാവുന്നതിൽ ഒരു വലിയ ബുക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സംഘടിപ്പിക്കണം. നാളെ വൈകുന്നേരത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം, പഠിപ്പിക്കുന്ന ഭാഗത്തെ നോട്ടുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നു, പഠിക്കാൻ എന്തൊക്കെ വേണം ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത് ടീച്ചർ നിങ്ങളോടൊന്ന് നോട്ട് ചെയ്താൻ പറഞ്ഞാൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് പോകണം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാവരും തന്നെ EVSന്റെ ക്ലാസ്സിൽ ഒഴികെ ബാക്കി എല്ലാ ക്ലാസ്സിലും PPT പ്രസന്റ് ചെയ്യും. EVSന്റെ ക്ലാസ്സിൽ മാത്രം ടീച്ചർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നേരത്തെ നോട്ട് PDF ആയിട്ട് തന്നിട്ട് അത് നിങ്ങൾക്ക് ഒന്നുകിൽ അത് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ക്ലാസ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയെടുത്തിട്ട് അത് വെച്ചിട്ട് ക്ലാസ് കാണാം. അങ്ങനെ ഒരു സജ്ജീകരണം നമ്മൾ ചെയ്യുന്നുണ്ട്. ടീച്ചറിന് PPT അത്ര പരിചയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണ്, ഒരു നോട്ട് ബുക്ക്. വ്യക്തമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു വലിയ നോട്ട് ബുക്ക്, കുഞ്ഞത് വേണ്ട. നമുക്ക് ഈ പറയുന്ന പകർത്ത് ബുക്കിന്റെ ബാക്ക് വെച്ചോ അങ്ങനെയുള്ള ബുക്കല്ല വേണ്ടത്. ഈ പരീക്ഷയുടെ ഈ കാര്യങ്ങൾ മുഴുവൻ, കാരണം നമുക്കറിയാം ഈ കേട്ടറ്റ് പരീക്ഷയുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 100% ആൾക്കാരെയും ഞാൻ ഈ പരീക്ഷയ്ക്ക് തന്നെ വിജയിപ്പിച്ചു തരാമെന്ന് ഇന്ന് എനിക്ക് 100% ഒന്നും വാക്ക് തരാൻ പറ്റില്ല. പക്ഷെ എന്നെ കൊണ്ടാവുന്ന വിധം 100% നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ വിദ്യാവീതി പ്രവർത്തിക്കും, വിദ്യാവീതിയിലെ അധ്യാപകർ പ്രവർത്തിക്കും. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താണ്, ഇനി ഇത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. കാരണം നിങ്ങൾ അധ്യാപകരാണ്. LSS USS ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറുക്കു വഴികളിലൂടെയാണ് പോകുന്നത്. കുരുട്ട് പരിപാടികളാണ് നമ്മൾ ഇവിടെ ഒപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ട് അതിന്റെ സിലബസ് തീർത്ത് നമ്മളിവിടെ പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ, ടെറ്റിൽ നമുക്ക് 5 വർഷത്തെ പരിചയമുണ്ട്. ഈ 5 വർഷം കൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ കേട്ടറ്റ് പരീക്ഷ പാസ്സാകും, നിങ്ങൾ ഈ പരീക്ഷ എങ്ങനെ പാസ്സാകണം, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് 97 മുതൽ സർവീസിൽ കയറിയിരിക്കുന്ന അധ്യാപകർ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കുറെ പരിമിതികളുണ്ട്. പുതിയ ടെക്നോളജികളുമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ആദ്യഘട്ടത്തിൽ. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ എന്താണ്, ഒരു തികഞ്ഞ എന്താ പറയുക, ഒരു IT നിങ്ങൾ തികഞ്ഞ ഒരു അധ്യാപികയായിട്ടായിരിക്കും പോവുക. LSS USS ക്ലാസ്സുകളിൽ ഏറ്റവും നല്ല രീതിയിൽ കുറുക്കു വഴിയിലൂടെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു അധ്യാപികയായിട്ടായിരിക്കും നിങ്ങൾ പോവുക. നിങ്ങളുടെ ക്ലാസ്സുകൾ കുറച്ചുകൂടി മനോഹരമാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങളെ ഏറ്റവും എളുപ്പമുള്ള വഴിയിലേക്ക് സാധനങ്ങൾ തരിക എന്നുള്ളതാണ്. എന്ത് സാധനമായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സൈക്കോളജി പെഡഗോജി ഭാഗങ്ങളൊക്കെ ആയിരിക്കും. കാരണം അതിനെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് നമുക്ക് അയവറക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും, കടിച്ച് ചവച്ച് കഴിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാരണം നിങ്ങൾ പണ്ട് TTC അല്ലെങ്കിൽ എന്താണ് B.Ed പഠിച്ച സമയത്ത് വിട്ടു പോകുന്ന സാധനമാണ് സൈക്കോളജി. അപ്പോൾ ആ സാധനം നമ്മൾ ഒന്നുകൂടി പഠിക്കുമ്പോൾ ഈ പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കല്ലിടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ബോർ പരിപാടി, ഇത് മുഴുവൻ ഞാൻ എങ്ങനെ പഠിക്കാനാ എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കരുത്. തിരക്കൊന്നും പിടിക്കണ്ട. നമുക്ക് ഒരിക്കലും എന്താണ്, ആരും ഒരു മരവും എന്ത് ചെയ്തിട്ടില്ല, ചോടെ മുറിച്ച് അങ്ങ് മറിച്ചിട്ടിട്ടില്ല. ആവശ്യത്തിന് ചെറുതായിട്ട് വെട്ടി അവസാനം എന്ത് ചെയ്യുന്നു, മൂടടക്കം വെട്ടിമറിക്കലാണ് പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, തുടക്കം ചെറിയ ഇലകളിൽ നിന്ന് തുടങ്ങി അതിന്റെ വേരുകളിലേക്ക് വരെ എത്തുക എന്നുള്ളതേ നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് നമ്മൾ തരുള്ളൂ. ഒരുപാട് വലിയ തിയറി ഒന്നും നിങ്ങളോട് നാളെ വരുമ്പോൾ നമ്മൾ മറ്റേ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ ഇംഗ്ലീഷിന്റെ വലിയ എസ്സേ കൊടുത്തിട്ട് നാളെ വരുമ്പോൾ കാണാതെ പഠിച്ചിട്ട് വരണം എന്ന് പറയുന്ന പരിപാടി നമുക്കില്ല. അത് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതേ ഇല്ല. ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യവുമായി നിങ്ങൾ ബന്ധിപ്പിച്ച് പഠിക്കുക. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഇപ്പൊ എന്താണ്, ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉദ്ദേശിക്കാം, ചിലപ്പോൾ ഇതൊരു അമീബയുടെ പടമായിട്ട് ഉദ്ദേശിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല രീതികളിൽ നമ്മളിവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, എളുപ്പമാർഗങ്ങൾ. ഒന്ന് മറ്റൊന്നിനോട് എന്ത് ചെയ്യുക, ചേർത്ത് വെക്കുന്ന രീതി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ചേർത്ത് വെച്ച് പഠിച്ചു പോവാ നിങ്ങൾ. അല്ലാതെ നമ്മൾ ഒരിക്കലും കാണാതെ പഠിക്കാൻ നിന്നാൽ നമുക്ക് ഈ പറയുന്ന സിലബസ് മുഴുവൻ ഈ പറയുന്ന ഡിസംബർ ജനുവരി മാസം കൊണ്ട് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഡിസംബർ ജനുവരി മാസം കൊണ്ട് നമ്മളിത് മുഴുവൻ പൂർത്തിയാക്കി നിങ്ങളെ പഠിപ്പിച്ച് യോഗ്യരാക്കി പുറത്തേക്ക് വിടും. ഇന്ന് മുതൽ ഈ പരീക്ഷയുടെ തലേന്ന് വരെ എന്നാണോ പരീക്ഷ, അത് ഡിസംബർ ആയിക്കോട്ടെ, ജനുവരി ആയിക്കോട്ടെ, ഫെബ്രുവരി ആയിക്കോട്ടെ, മാർച്ച് ആയിക്കോട്ടെ, ഇനി എന്നാണോ അടുത്ത കേട്ടറ്റ് പരീക്ഷ വരുന്നത് ആ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ആ ഫീസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ് തരും. വേറെ മറ്റുള്ളവർ പറയുന്നത് പോലെ ആണ്ടിലും സംക്രാന്തിയിലും ഒരു ലൈവ് ക്ലാസ് തരിക, ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് തരിക എന്നുള്ളതല്ല എന്റെ പോളിസി. എന്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ അങ്ങോട്ടേക്ക്
വലിയ അവധികളുള്ള ദിവസം, ഇപ്പൊ നമുക്ക് ക്രിസ്തുമസ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ചില വലിയ വലിയ അവധികൾ തരുമ്പോൾ ആ അവധികൾക്കൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ടീച്ചർമാർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ ക്ലാസ് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് എടുത്ത് തീർത്ത് അതിന്റെ റിവിഷനും തന്ന് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടും തന്ന് നിങ്ങളെ പരീക്ഷയുടെ തലേന്ന് ഞങ്ങളൊരു കലാശക്കൂട്ട് നടത്തി നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷാ ഹാളിലേക്ക് അയക്കും. അതുവരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിന്ന് മേടിച്ച പൈസയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്വം വിദ്യാവീതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നിങ്ങളെ പൈസ അടച്ച് റെസിപ്റ്റ് അയച്ചപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് അയച്ചു. നിങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടു കാണും, നിങ്ങളുടെ പൈസ വിദ്യാവീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഒരു വലിയ തെളിവാണ്. കാരണം നമ്മളെ നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ എവിടെ ഉള്ളതാണെന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ അയച്ച പൈസ നമ്മളൊരു റീഫണ്ട് പോളിസി നിങ്ങൾക്ക് തരുന്നുണ്ട് ഇല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു 5 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ മേടിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോകാം. അത് നമ്മൾ റീഫണ്ട് തരുന്നത് നമ്മുടെ ക്ലാസ്സിന് അത്രയ്ക്ക് ഗ്യാരണ്ടി ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് പോകാവുന്നതാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടത് ഒരേ ഒരു സാധനം എന്താണ്, ഒരു വലിയ നോട്ട് ബുക്ക്. പിന്നെ വേണ്ടത് നമ്മുടെ SCERT പാഠപുസ്തകങ്ങളാണ്. നമ്മൾ പുറത്തുനിന്ന് വേറെ ഗൈഡുകളുടെ ഒന്നും സഹായം തേടുന്നില്ല തൽക്കാലം. നിങ്ങൾ തേടുന്നുണ്ട് തേടിക്കോ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒന്നും തേടണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ വീട്ടിലെ ബൈബിള് ഉണ്ട്, വിശുദ്ധ ബൈബിൾ ഉണ്ട്, അതുപോലെ വിശുദ്ധ ഖുറാൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് രാമായണം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞ് കേട്ടിട്ടില്ല ഇല്ലേ? മുഴുവനായിട്ട് നമ്മളത് പറഞ്ഞു കേട്ടിട്ടില്ല, മുഴുവനായിട്ട് നമ്മളത് വായിച്ചു തീർത്തിട്ടില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങിയാൽ ആ ഗൈഡ് നമ്മൾ എന്തു ചെയ്യും, ഒരു ബൈബിളിന്റെ അല്ലെങ്കിൽ ഒരു ഖുറാന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു രാമായണത്തിന്റെ ഒക്കെ ആ ഒരു വലിപ്പമുള്ള ഒരു ഗൈഡ് നമ്മൾ ഒരിക്കലും വായിച്ചു തീർക്കാൻ പോകുന്നില്ല. അതും ഈ പറയുന്ന 2-2.5 മാസം കൊണ്ട്. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ചെയ്യാം, ഞാൻ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്ക് വേണ്ടത് SCERT പാഠപുസ്തകങ്ങളാണ്. ഇനി അത് പഠിച്ച് നിങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് DLEDന്റെ പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കാം. ഏറ്റവും പുതിയ DLEDന്റെ പാഠപുസ്തകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പാഠപുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. DLEDന്റെ എല്ലാ പുസ്തകങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ PDF ആയിട്ട് നമ്മൾ തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, DLEDന്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ തോണ്ടി കാണാം. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇവിടെ തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാളെ മുതൽ നമ്മൾ തരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. പിന്നെ നാളെ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കരുത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാം, ചോദ്യം ചെയ്യാം. 100% നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. നമുക്ക് കിട്ടുന്ന ലൈവ് ക്ലാസ് ആണ് ആദ്യത്തേത്. ഈ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി 9 മണി മുതൽ 10 മണി വരെയാണ്. രാത്രി 9 മണി മുതൽ 10 മണി വരെയാണ് നമ്മളുടെ ലൈവ് ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത്. ഈ ലൈവ് ക്ലാസ് നമ്മൾ നടത്തുന്നത് ഇതുപോലെ ഗൂഗിൾ മീറ്റിലായിരിക്കും. നിങ്ങൾ ഇതുപോലെ ശ്രദ്ധയോടെ ശ്രവിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവസാനം നിങ്ങളോട് ചോദിക്കുന്ന പോലെ എല്ലാ ടീച്ചർമാരും ചോദിക്കും, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാത്രം ചോദിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് പലതും കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇപ്പൊ നിലവിൽ നമ്മൾ ഈ 9 തൊട്ട് 10 വരെ തുടങ്ങിയിരിക്കുന്ന ഈ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ചിലപ്പോൾ ഒരു മാറ്റം വരുത്തും. അത് മുൻകൂട്ടി പറഞ്ഞേക്കാം. നോട്ടിഫിക്കേഷൻ ഇപ്പൊ പെട്ടെന്ന് ഈ റിസൾട്ട് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ തന്നെ ഒക്ടോബർ 5-ാം തീയതിക്കൊക്കെ മുൻപേ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 9 to 10 എന്നുള്ളത് 8:30 മുതൽ 10 വരെ ആക്കും. 8:30 മുതൽ 10 വരെ ആക്കും. പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങളോട് പ്രത്യേകിച്ച് ചാർജുകളോ കൂടുതൽ പൈസയോ ഒന്നും മേടിക്കുകയില്ല. നമ്മൾ ഈ സമയം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന സാധനവുമായിട്ട് അത്ര അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ട്, ടെറ്റുമായിട്ട് എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുത്തേ അത് പറ്റുള്ളൂ. കാരണം ഈ ഒരു സിലബസ് നിങ്ങൾക്ക് തീർത്തു തരണം. അതിനുശേഷം നമുക്ക് അതിലൊരു റിവിഷൻ നടത്തണം. ആ റിവിഷൻ നടത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് തരണം. അത് നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. പിന്നെ നിങ്ങളൊന്ന് പാകപ്പെടുത്തി എടുക്കാൻ വരുന്ന ഒരു സമയം നമുക്ക് കുറച്ച് ആവശ്യമാണ്. നമുക്കൊരു 10-60 മണിക്കൂറെങ്കിലും മിനിമം കിട്ടണം. നോർമലി ഇപ്പം ഒരു ഒക്ടോബർ 15-20 ആകുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മാത്രം നേരത്തെ വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, അത് 8:30 മുതൽ 10 മണി വരെ എന്നാക്കും. അപ്പൊ നിങ്ങൾക്ക് അത്രയും എളുപ്പമാണ്, എത്രയും പെട്ടെന്ന് പരീക്ഷ നടക്കും. ഈ സാധനം നമുക്ക് തലേന്ന് ഊരി വെക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തത് സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്. ഇതെന്താണെന്നറിയോ, നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് വന്ന് കാണും പലർക്കും. നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, വിദ്യാവീതിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, VV ടീച്ചർ പ്ലസിന്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട്. നിങ്ങൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ട്. നമ്മൾ എല്ലാവരെയും ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ ഒരു സ്റ്റുഡിയോ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ കാറ്റഗറി 1 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും കാറ്റഗറി 4 ആണെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫുൾ സിലബസ്. നിങ്ങളൊരു പുസ്തകം മേടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന പണിയാണ്. ഈ പറയുന്ന നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സുകളെല്ലാം ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ലൈവ് ക്ലാസ് ആയിട്ട് തരുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ആതിര സജിത ടീച്ചറെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നത്? യെസ്, ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ എന്തോ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ലീവ് ചെയ്തിട്ട് പുറത്തു വരിക. ഞാൻ കേൾക്കാം എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എൻ്റെ അടുത്ത് അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. മെസ്സേജ് അയച്ചാൽ മതി. സൂപ്പറാണ്. ഓക്കെ, നിങ്ങളല്ല സ്റ്റാൻഡേർഡ് ഉള്ള ടീച്ചർമാരാണെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പഴയ പിള്ളേരൊക്കെ ആണെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് സാർ, കേൾക്കാൻ പറ്റുന്നുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞ് അലറാൻ തുടങ്ങും. ഇതിപ്പോ അങ്ങനെയല്ല. നിങ്ങൾ എന്താണ് വളരെ പക്വത നിറഞ്ഞ അധ്യാപകരാണ്. കാരണം നിങ്ങൾ എന്നെക്കാളൊക്കെ ഒരുപാട് സീനിയറാണ്. ഞങ്ങളുടെ ടീച്ചർമാരെക്കാളൊക്കെ, എല്ലാവരെക്കാളും നല്ല, നമ്മുടെ 2-3 ടീച്ചർമാർ ചിലപ്പോൾ നിങ്ങളെക്കാളും സീനിയർ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് അവസ്ഥ. അപ്പം ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോ വേണേലും നിങ്ങളുടെ ആപ്പ് തുറന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാം, കേൾക്കാം. അതിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ മൂന്നാമത് നമ്മൾ തരുന്നത് ലൈവ് റെക്കോർഡഡ് ക്ലാസ്. ഇപ്പൊ ഇതുപോലെ നടത്തുന്ന ഗൂഗിൾ മീറ്റുകളെല്ലാം ഇന്നിപ്പോ നടത്തുന്ന ക്ലാസിന്റെ ലൈവ് റെക്കോർഡഡ് ക്ലാസ് നാളെ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വരും. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ വരും, ചിലപ്പം നാളെ 2 മണി. ഇപ്പൊ 4-5 ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് അത് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത ആപ്പിലേക്ക് വരാനുള്ള ഒരു താമസമാണ്. ആ ഒരു താമസം നാളെ എന്തായാലും 2 മണിക്ക് മുമ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യും, ഈ നടക്കുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് വരും. പിന്നെ നമ്മുടെ ക്ലാസ് കേട്ടറ്റ് വിജയ് 3.0 എന്നാണ് നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ബാച്ചിൽ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 ഇത് 3ആണുള്ളത്. ഇതിൽ മലയാളം അത് കോമൺ ആണ്, സൈക്കോളജി കോമൺ ആണ്, ഇംഗ്ലീഷ് കോമൺ ആണ്, മാത്തമാറ്റിക്സ് കോമൺ ആണ്. ഇനി ഞാൻ പറഞ്ഞുതരാം, തിരക്ക് പിടിക്കേണ്ട. മലയാളം എന്ന് പറയുന്നത് ഈ 3 പേർക്കും വേണം. ആർക്ക് വേണം? കാറ്റഗറി 1നും വേണം, 2നും വേണം, 4നും വേണം. നിർബന്ധമാണ്. അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസം ഒന്നും ഇല്ല. ഇനി സൈക്കോളജി അത് കാറ്റഗറി 1നും വേണം, 2നും വേണം, 4നും വേണം. അതിൻ്റെ അകത്തും യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന എന്തായിരിക്കും, കുട്ടികളുടെ മനഃശാസ്ത്രം 14 വയസ്സ് വരെയുള്ളത് മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കും. ഇനി ഇംഗ്ലീഷ് കാറ്റഗറി 1നും വേണം, 2നും വേണം, 4ന് ആവശ്യമുണ്ടെങ്കിൽ മതി. മലയാളം എഴുതുന്നവർക്ക് ഇംഗ്ലീഷിന്റെ ആവശ്യമില്ല. ഇനി ഇംഗ്ലീഷ് എഴുതുവാണെങ്കിൽ മലയാളത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൽ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. ഇനി മാത്തമാറ്റിക്സ് ഇത് നമ്മൾ കാറ്റഗറി 1ന് നിർബന്ധമാണ്. കാറ്റഗറി 1ന് നമുക്ക് മാക്സിമം നിർബന്ധമാണ്. അതുപോലെ കാറ്റഗറി 2ല് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സയൻസ് പ്ലസ് മാത്സ്, അതുപോലെ 2 പറയുന്നത് സോഷ്യൽ സയൻസ്. ഇതില് സയൻസ് പ്ലസ് മാത്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ മാത്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇനി സോഷ്യൽ സയൻസ് ആണെങ്കിൽ നിങ്ങൾ കാറ്റഗറി 1 എടുക്കുന്നുണ്ടെങ്കിൽ, കാറ്റഗറി 1 എഴുതുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാറ്റഗറി 1ന്റെ കൂട്ടത്തില് ഈ മാത്സിന്റെ ക്ലാസ് നടത്തുമ്പോൾ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഈ പറയുന്ന പോലെ കാറ്റഗറി 4കാർക്ക് നമ്മൾ ഈ പറയുന്ന ജനറൽ സബ്ജക്ട് സൈക്കോളജി, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കാറ്റഗറി 1ന് നമുക്ക് വേണ്ട സെപ്പറേറ്റ് ഒരു വിഷയമാണ് EVS. ഇത് വേറെ ആർക്കും വേണ്ട കേട്ടോ, കാറ്റഗറി 1കാർക്ക് മാത്രം മതി EVS എന്ന് പറയുന്ന വിഷയം. ഇനി സോഷ്യൽ സയൻസ് ആണെങ്കിലോ കാറ്റഗറി 2കാർക്ക് മാത്രം മതി. കാറ്റഗറി 2ല് സോഷ്യൽ സയൻസിന്റെ 60 മാർക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രം കാറ്റഗറി 2ല് സോഷ്യൽ സയൻസ് മതി. സയൻസ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നതാണ്. കാരണം എന്താണ്, ഈ സോഷ്യൽ സയൻസ് വേണ്ടാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം, സയൻസ് എഴുതണം. വിഷയങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, കാറ്റഗറി 1ന് വേണ്ട വിഷയങ്ങളാണ് മലയാളം, സൈക്കോളജി, ഇംഗ്ലീഷ്, മാത്സ്, EVS. മലയാളം വേണം, സൈക്കോളജി വേണം, ഇംഗ്ലീഷ് വേണം, മാത്സ് വേണം, EVS വേണം. ഈ 5 വിഷയങ്ങൾക്കും 5 × 30 = 150 മാർക്കാണ്. ഇതിൽ 90 മാർക്ക് വേണം ജനറൽ കാറ്റഗറിക്ക് ജയിക്കാൻ. അതുപോലെ 82 മാർക്ക് വേണം SC, ST, OEC, OBCക്കാർക്ക് ജയിക്കാൻ. പിന്നെ 72 മാർക്ക് മേടിച്ചാൽ PWD കാൻഡിഡേറ്റിന് ജയിക്കാൻ പറ്റും. ഇനി കാറ്റഗറി 2ലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, കാറ്റഗറി 2നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി 2 എഴുതുന്നവർ എന്ത് ചെയ്യണം, മലയാളം പഠിക്കണം. അത് 1നും 2നും സെയിം ആണ്. സൈക്കോളജി പഠിക്കണം, 1നും 2നും സെയിം ആണ്. ഇനി ഇംഗ്ലീഷ് പഠിക്കണം, 1നും 2നും സെയിം ആണ്. മാത്സ് എഴുതുന്നവർക്ക് 1നും 2നും സെയിം ആണ്. ഇനി എന്താണ്, മാത്സ് എഴുതുന്നവർ എന്ത് ചെയ്യണം, ഈ പറയുന്ന സയൻസും കൂടി എക്സ്ട്രാ പഠിക്കണം. കാറ്റഗറി 2 എഴുതുന്നവരോട് മാത്രമാണ്.
ഇനി കാറ്റഗറി 2-ൽ ഇത് മാറ്റിയിട്ട് മാത്സും സയൻസും എഴുതുന്നില്ല എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യണം എന്നറിയാമോ? സോഷ്യൽ സയൻസ് മാത്രം എന്ത് ചെയ്യണം? മലയാളം, സൈക്കോളജി, ഇംഗ്ലീഷ്, പിന്നെ സോഷ്യൽ സയൻസും കൂടെ ചേർത്തിട്ട്, സോഷ്യൽ സയൻസിന്റെ 60 മാർക്കും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യണം? 150 മാർക്കിൽ എഴുതണം. വിജയം ഇതുപോലെ തന്നെ 90 മാർക്ക് ജനറൽ കാറ്റഗറി, 82 മാർക്ക് SC, ST, OEC, OBC, പിന്നെ 72 മാർക്ക് PWD ആനുകൂല്യമുള്ളവർക്ക്. ഇനി കാറ്റഗറി 4ന്റെ കാര്യം പറയാം. കാറ്റഗറി 4കാർ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എളുപ്പം നോക്കുക. മലയാളമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മലയാളത്തിന്റെ ക്ലാസ്സിൽ കയറുക. മലയാളത്തിന്റെ ക്ലാസ്സിൽ കയറുന്നവർ പിന്നെ സൈക്കോളജിയുടെ ക്ലാസ്സിൽ കയറിയാൽ മതി. ബാക്കി നിങ്ങളുടെ പേപ്പറാണ്. ഇത് 40, 30, 70 മാർക്കിനും ബാക്കി 80 മാർക്ക് നിങ്ങളുടെ ഏത് വിഷയമാണോ, ഉറുദു ആണെങ്കിൽ ഉറുദു, അറബി ആണെങ്കിൽ അറബി, പിന്നെ എന്താണ് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, സ്വിങ് ആണെങ്കിൽ സ്വിങ്, ആർട്ട് ആണെങ്കിൽ ആർട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അത് നിങ്ങൾ ഏതാണോ അത് നിങ്ങളുടെ വിഷയമാണ്. ഓക്കെ. ഇനി ഇംഗ്ലീഷ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷും സൈക്കോളജിയും മാത്രം ഇവിടെ അറ്റൻഡ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇന്നത്തെ ലിങ്ക് വന്നപ്പം, നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ വന്നതുപോലെ തന്നെ പങ്കെടുക്കേണ്ടവർ എന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ആ ലിങ്ക് ആർക്കൊക്കെ പങ്കെടുക്കാനുള്ളതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു തരാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം റെക്കോർഡഡ് ക്ലാസ് വരും. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പരീക്ഷാ പരിശീലനം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് വിശദമാക്കി തരാം. നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിന് നിങ്ങൾക്ക് ഗ്രൂപ്പ്, ഇനിയിപ്പോ നാളെ മുതൽ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് ഗ്രൂപ്പ് ഓപ്പൺ ആക്കും. അപ്പൊ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ കിട്ടുന്നതിൽ നിന്ന് ഒരു ചോദ്യം, അതിന്റെ ഒരു ഉത്തരം നിങ്ങൾ ഉണ്ടാക്കി ഗ്രൂപ്പിലിടണം. ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു ചോദ്യവും ഒരു ഉത്തരവും ഉണ്ടാക്കി ആ ഗ്രൂപ്പിലിടണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ 200 പേരുണ്ടെങ്കിൽ ആ 200 പേരും എന്ത് ചെയ്യും? ആ ഒരു ഭാഗത്ത് നിന്നും 200 ചോദ്യങ്ങൾ ഉണ്ടാകും. 200-നകത്ത് ആവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ ഒരു 150 ചോദ്യം നമുക്ക് കിട്ടും. നമുക്ക് പിന്നെ ആ ടോപ്പിക്ക് ഒരിക്കലും കാണാതെ പഠിക്കേണ്ടി വരില്ല. ആ പറയുന്ന 150 ചോദ്യങ്ങൾ ഒന്നൊരു 2 or 3 ആവർത്തി വായിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ ടോപ്പിക് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിനകത്ത് തെറ്റുത്തരങ്ങളുണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇവിടുന്ന് തിരുത്തും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമ്മൾ നാളെ നടത്തുന്ന ക്ലാസ്സിന്റെ പരീക്ഷ പിറ്റേ ദിവസം, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. നമ്മൾ എല്ലാ ദിവസവും പരീക്ഷ നടത്തും. ആ PDF നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരുമ്പോൾ നമ്മുടെ OMR ഷീറ്റിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരും. നമുക്കൊരു OMR ഷീറ്റ് ഉണ്ട്. ആ OMR ഷീറ്റിന്റെ ഒരു കോപ്പി നിങ്ങളുടെ ഗ്രൂപ്പിൽ തരും. അത് നിങ്ങളൊരു 10-50 എണ്ണം ചുമ്മാ പോയി പ്രിന്റ് എടുത്ത് വെച്ചു. എവിടെയെങ്കിലും പോയി 50 പൈസയ്ക്കോ 40 പൈസയ്ക്കോ പ്രിന്റ് എടുക്കുന്ന ലോക്കൽ പേപ്പറേ മതി. അപ്പുറത്തും ഇപ്പുറത്തും അങ്ങ് പ്രിന്റ് എടുത്തു. പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അതിൽ തന്നെ നിങ്ങൾ ഉത്തരം പരിശീലിച്ചു. അപ്പൊ പിന്നെ വേറെ ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പറയുന്ന OMR ഷീറ്റിൽ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. ചെയ്തു കഴിയുമ്പോൾ രാത്രി 11 മണിയോട് കൂടി നമ്മൾ അതിന്റെ ആൻസർ കീ ഗ്രൂപ്പിലിടും. അപ്പൊ ആൻസർ കീയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം വാല്യൂ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്കൊരു 10 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5 താഴെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ, ആ ടോപ്പിക്കിൽ, തലേദിവസം എടുത്ത ടോപ്പിക്കിൽ പരാജിതരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അവിടെ പ്രശ്നം വന്നത് എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ വിളിച്ച് സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളാണെങ്കിൽ അത് തീർക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്നുകൂടി കണ്ട് ഒരു 7-8 മാർക്കിലേക്ക് എത്തിക്കുക. നമുക്ക് എപ്പോഴും 10 മാർക്കിൽ ഒരു പരീക്ഷ നടത്തിയാൽ അതിലൊരു 7 മാർക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റണം. 10 മാർക്കിൽ നടത്തുന്ന പരീക്ഷയിൽ മിനിമം 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ 60% മൊത്തത്തിൽ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ ഒന്ന് മിനുസപ്പെടുത്തി, ഒന്ന് കളറാക്കി തെളിയിച്ച് കൊണ്ടുവരണം. ഓക്കെ. അതിനകത്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചാലും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ 10 മുതൽ 10 വരെ നമ്മുടെ സബ്ജക്ട് ടീച്ചറിന്റെ, നിങ്ങൾക്ക് ആരാണോ ക്ലാസ് എടുക്കുന്നത് ആ ടീച്ചറിന്റെ കൃത്യമായിട്ടുള്ള ഒരു പരിചരണം നിങ്ങൾക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതിനുള്ള സംശയത്തിനുള്ള മറുപടി നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ പേഴ്സണലി തരും. എല്ലാവർക്കും അല്ല, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ, ആ ഗ്രൂപ്പിൽ അഡ്മിൻ ഞാനായിരിക്കും, ആ ഗ്രൂപ്പ് അഡ്മിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് അയക്കാം. കൃത്യമായിട്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അല്ലാതെ അയ്യോ ഇന്നലത്തെ നോട്ടൊന്ന് തരാമോ, ഇന്നലെ പഠിപ്പിച്ചതിൽ എനിക്കൊരു സംശയം ഉണ്ടേ, അതെന്നായിരുന്നു ഇന്നലെ പഠിപ്പിച്ചതിന്റെ നോട്ട് വല്ലതും എഴുതിയായിരുന്നോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ആർക്കും വേറെ മെസ്സേജ് അയക്കണ്ട. ഇനി അതൊരു കാരണമായിട്ട് എടുക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്.
പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഒരുപാട് PDF-കളും ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊന്നും മറ്റൊരാൾക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ആരെയും നിങ്ങൾ രക്ഷപ്പെടുത്താനും നിൽക്കണ്ട. കാരണം നിങ്ങളെ ഇതുവരെ ആരും രക്ഷപ്പെടുത്തിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ, നിങ്ങളും തമ്പുരാനും നിങ്ങൾക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. മറ്റുള്ളവര് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഒന്നാമത് നമുക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല. അങ്ങനെയുള്ള ഈ സാധനം ഒന്ന് തലയിലേക്ക് കയറ്റണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് അല്ല നമുക്കുള്ളത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കാതെ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ഞാനാണ് നിങ്ങളുടെ കയ്യിൽ പൈസ മേടിച്ചത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ സംശയം ചോദിച്ച് ക്ലിയർ ആക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് എന്താണ്, ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി, ഈ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ മൊത്തത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്, പബ്ലിക് ആക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ്, ഈ നമ്മുടെ ഈ പറയുന്ന ബാച്ച്, ഇന്ന് അവസാനിച്ച ബാച്ചിന്റെ പുതിയൊരു ബാച്ച് ഒക്ടോബർ 8-ന് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഈ നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക, കാറ്റഗറി 1, 2, 4 ഈ വിഭാഗങ്ങൾക്ക് ഒക്ടോബർ 8-നും, കാറ്റഗറി 3-യുടെ വിഭാഗങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്ടോബർ 3-നും നമ്മളൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. കാറ്റഗറി 3-ൽ നമുക്കുള്ളത് സൈക്കോളജി, മലയാളം, ഫിസിക്കൽ സയൻസ്, പിന്നെ സോഷ്യൽ സയൻസ്. ഈ 3 വിഷയങ്ങൾക്കാണ് നമ്മൾ ഫുൾ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ജനറൽ വിഷയങ്ങൾ കൊടുക്കുന്നുണ്ട്, കാറ്റഗറി 4-ന് കൊടുക്കുന്ന പോലെ. പിന്നെ കാറ്റഗറി 1-ന്റെയും 2-ന്റെയും 4-ന്റെയും ഒരു ബാച്ച് 8-ന് ആരംഭിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എടുക്കുള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇനി ആരെ ആഡ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ എന്ന് പറഞ്ഞേക്കുന്നതിൽ ഒന്നാമത്തെ കാര്യമാണ് മികച്ച ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. ആ ആപ്പിന്റെ ലിങ്ക് മെസ്സേജ് വന്നിട്ടില്ലേ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് അല്ലാണ്ട് അയച്ചു തരും. ഇപ്പൊ പറഞ്ഞുതരാം, തേക്കി കയറി ആരും വെടിവെക്കണ്ട. പിന്നെ മികച്ച പഠനാന്തരീക്ഷം, നിങ്ങൾക്ക് എപ്പോ വേണേലും എന്ത് സംശയം വേണേലും ചോദിക്കാം, അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. സൗഹൃദപരമായ പരിശീലനം, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, അതിൻ്റെ അകത്ത് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല, അത് ഇത്രയോടെ മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് തരും. നമ്മളുടെ ഒരു സ്ഥാപനത്തിന് ഒരു വിജയം ശതമാനമുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പാലിക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ക്ലാസ്സിൽ തുടരുക. ഞാൻ ലിങ്കിൽ ഒന്ന് കയറിക്കോട്ടെ, എന്റെ ഫോണിൽ നിന്ന് ഒന്ന് കയറിക്കോട്ടെ, ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്ക്രീൻ മാറിയിട്ട് എന്റെ ഫോണിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? യെസ്. എന്റെ ഫോൺ ആൻഡ്രോയിഡ് ഫോണാണ്. നിങ്ങളുടെ ഫോൺ ഏതും ആയിക്കോട്ടെ. നിങ്ങളുടെ ഫോൺ എന്ന് പറയുന്നത് ഐഫോണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡോ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമല്ലോ. ഇപ്പൊ എല്ലാവരും കാശുകാരായ അധ്യാപകരൊക്കെ ആയതുകൊണ്ട് ഐഫോണൊക്കെ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തായാലും രണ്ടിന്റെ അകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ്റെ അകത്ത് ക്ലാസ് എടുക്കേണ്ടത് എവിടെ നിന്നാണെന്നൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ ഒരു ലിങ്ക് അയക്കും. ഇതുപോലെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയക്കും, കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ലിങ്ക് അയക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ കാണാതിരിക്കും ഇല്ലേ? അതിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെ, ഇത് നിർബന്ധമായും കാണുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആപ്ലിക്കേഷന്റെ ഡെമോ വീഡിയോയാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് മുഴുവനായിട്ട് ഒന്ന് കണ്ടേക്കുക കേട്ടോ. മൊത്തത്തിൽ ഒന്ന് കണ്ടേക്കുക, 1-2 പ്രാവശ്യം കണ്ടേക്കുക. കാരണം നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സാധനം ആയതുകൊണ്ടാണ്. ഇനി 2 രീതിയിൽ നമ്മളിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കണ്ടോ. ഒന്നാമത്തേത് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി, അതിന് താഴെ കിടക്കുന്ന നീല ലെറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഇനി രണ്ടാമത് കിടക്കുന്നത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി. ഇതിൽ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് വെറുതെ ജസ്റ്റ് കയറി ലിങ്ക് ക്ലിക്ക് ചെയ്തെങ്കിൽ കയറി പോയാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പക്ഷെ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ആപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ORG കോഡ് ചോദിക്കും. അത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ്. ഇനിയിപ്പോൾ ബാക്കി ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർ ഒരിക്കലും എന്നെ വിളിച്ച് ചോദിക്കരുത്, ORG കോഡ് കിട്ടുന്നില്ലല്ലോ സാറേ എന്ന് ചോദിക്കരുത്. അതെന്താന്ന് വെച്ചാൽ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഓർഗനൈസേഷൻ കോഡാണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ കോഡാണ്. അപ്പൊ ഐഫോൺ ഉപയോഗിക്കുന്നവര് ഈ പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഓർഗനൈസേഷൻ കോഡ് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പരും കൊടുക്കുക, പോവുക. അപ്പോൾ അത് ഇനി അങ്ങനെ അല്ല, ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാം. കണ്ട ഒരു ഭൂമിയുടെ തല തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത് ആ സാധനം നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളെ ഞാൻ എന്റെ ഫോണിൽ എടുത്ത് കളഞ്ഞതാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊരു എന്താ പറയുന്നത് ബോറടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ തോണ്ടി കളിക്കാം. 3 ഒരു ബാഡ്ജുകളുണ്ട്. നമുക്ക് 2 തരത്തിൽ ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കയറാം. ഒന്ന് ലോഗിൻ വിത്ത് വാട്സാപ്പ്. അതായിരിക്കും നിങ്ങൾക്ക് സുഖം. കാരണം നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പ് ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന നമ്പർ വാട്സാപ്പ് നമ്പർ ആയതുകൊണ്ടും നിങ്ങൾക്ക് ഈ ലോഗിൻ വിത്ത് വാട്സാപ്പ് ആയിരിക്കും എളുപ്പം. ഇനി ഐഫോണിൽ അത് ആ ഒരു ഓപ്ഷൻ ചില ഫോണുകളിൽ കാണിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ യൂസ് അനദർ മെത്തേഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുത്ത് OTP കൊടുത്ത് കയറുക. ഓക്കെ, അങ്ങനെ വാട്സാപ്പ് വഴി ലോഗിൻ ചെയ്യാൻ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. എവിടെ കൊടുക്കണം? ലോഗിൻ വിത്ത് ഇവിടെ പോവുക. യൂസ് അനദർ മെത്തേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. ഇനി വാട്സാപ്പ് വഴി ലോഗിൻ ചെയ്യാനാണെങ്കിൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ലോഗിൻ വിത്ത് വാട്സാപ്പ് കൊടുക്കുക. അപ്പൊ തന്നെ നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പുകൾ ഇങ്ങോട്ട് കാണിക്കും. കണ്ടോ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പുകൾ കാണിക്കും. ആ വാട്സാപ്പിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലൊരു മെസ്സേജ് ചോദിക്കും. ഇങ്ങനെ നമുക്ക് വാട്സാപ്പ് വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ചോദിക്കും സെൻഡ് മീ. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതില് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്ന് കിടക്കും, സെൻഡ് മീ ടു സൈൻ ഇൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹായ് ദെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വരും. ഒരു നീല ലിങ്ക് വരും. ആ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പിലേക്ക് കയറിപ്പോകും. ഇതിപ്പോ ഞാൻ ഒന്ന് കയറിയത് കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ആപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ യൂട്യൂബ് ഉണ്ട്. ആ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളുടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഡയറക്റ്റ് കയറാനുള്ള ലിങ്കാണ്. ഫേസ്ബുക്ക് ആണ്, നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് കയറാനുള്ള ലിങ്കാണ്. ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് ഇവിടെ താഴെ കുറച്ച് ടാബുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഹോം, ഒരു ബാച്ച്, ഒരു സ്റ്റോർ, ഒരു ചാറ്റ്, ഒരു പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബാച്ച് എന്ന് പറയുന്നിടത്ത് നമുക്ക് ഇവിടെ കാണാം W1 കേട്ടറ്റ് വിജയ് 3.0. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് ഇങ്ങനെ തന്നെയാണ്, W1 കേട്ടറ്റ് വിജയ് 3.0 എന്നാണ്. ഇതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കിങ്ങനെ ഒരു ചെറിയ ടാബുകൾ മുകളിൽ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്കൊരു ഓവർവ്യൂ ഉണ്ടാവും, ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും, ഒരു വീഡിയോ ഉണ്ടാവും, ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഓവർവ്യൂവിന്റെ തൊട്ടടുത്തുള്ള അനൗൺസ്മെന്റിന്റെ തൊട്ടടുത്തുള്ള വീഡിയോ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ഫോൾഡറുകൾ കാണും. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4, പിന്നെ ലൈവ് ക്ലാസ് റെക്കോർഡ് വീഡിയോസ്. ഇതിൻ്റെ അകത്ത് ഈ കാറ്റഗറി 1ൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിലവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് മുഴുവൻ ക്ലാസ്സുകളും ഫുൾ സിലബസ് ക്ലാസ്സുകൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് ഈ കിടക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, EVS. മാത്സിന്റെ ഇട്ടിട്ടില്ല. മാത്സ് നമ്മൾ മനഃപൂർവ്വം ഇടാത്തതാണ്. കാരണം ഏറ്റവും പുതിയ ടെക്നിക്കുകളാണ് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പഴയ ടെക്നിക്ക് നമ്മൾ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് മാത്സ് ഇടാത്തത്. ബാക്കിയുള്ള 4 വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. മലയാളം ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ബോധനശാസ്ത്രം, വാക്യശുദ്ധി, വൃത്തം, നാമം, ക്രിയ, ഒറ്റപ്പദം, പദശുദ്ധി, പര്യായപദം, സമാനതാളം, കവികളും വരികളും, തൂലികാനാമം, വിപരീത പദം, ഗദ്യം, പദ്യം, സന്ധി, സമാസം എന്നും പറഞ്ഞ് നിങ്ങളുടെ എല്ലാ ടോപ്പിക്കുകളും കിടപ്പുണ്ട്. ഇംഗ്ലീഷ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പ്രപ്പോസിഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, എറർ ഐഡന്റിഫിക്കേഷൻ, സിനോണിംസ്, ഇംഗ്ലീഷ് ഫ്രേസൽ വെർബ്സ്, അങ്ങനെ നിങ്ങളുടെ ഫുൾ ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ കാണാം. അതുപോലെ സൈക്കോളജി ആണെങ്കിലും അതെ, സൈക്കോളജിയുടെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ആപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇനി ആരും പേടിച്ചു പോകണ്ട. പിന്നെ EVS എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. ഇനി കാറ്റഗറി 2 നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ല. കാറ്റഗറി 2കാർക്കും ഉണ്ട്. സോഷ്യൽ സയൻസ് ഓപ്പൺ ചെയ്തോ. സോഷ്യൽ സയൻസിന്റെ അകത്ത് നിങ്ങളുടെ ഓരോ പാർട്ടും ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്നിങ്ങനെ തിരിച്ച് ഓരോന്നും കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും സൈക്കോളജി ആയാലും സയൻസ് ആയാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ട്. അതും ടോപ്പിക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി 4 ഒന്ന് ഓപ്പൺ ചെയ്യാം. കാറ്റഗറി 4ൽ നമ്മൾ ഓൾറെഡി ഹിന്ദി ലൈവ് എടുത്തുകൊണ്ടിരുന്നതായതുകൊണ്ട് ഇപ്പൊ കാറ്റഗറി 4ൽ ഹിന്ദി പഠിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൂടി കാണാം. അതായത് ഹിന്ദിയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്.
പിന്നെ പ്രബിത മിസ് എടുത്തേക്കുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട്, പിന്നെ വിനീത മിസ് എടുത്തേക്കുന്ന ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ രണ്ടുപേരും ജോലി കിട്ടുന്നതിന് മുമ്പായിരുന്നു ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവർക്കൊക്കെ ജോലി കിട്ടിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഹിന്ദിയുടെ ലൈവ് എടുക്കുന്നില്ല. ഓക്കെ, പിന്നെ മലയാളം ഉണ്ട്, പിന്നെ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ ഹിന്ദിയുടെ കാറ്റഗറി 4ന്റെ മുഴുവൻ ക്ലാസ്സുകളും ഇതിന്റെ അകത്ത് ഉണ്ട്. ഇനി ലൈവ് ക്ലാസ് റെക്കോർഡഡ് വീഡിയോസ്, ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ഓരോ സബ്ജക്ട് ഇപ്പൊ നമ്മൾ മലയാളമാണ് എടുക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ മലയാളം എന്ന് കാണും, ആ മലയാളത്തിന്റെ അകത്ത് ക്ലാസ്സും ഉണ്ടാവും. ഇത് കാറ്റഗറി 2ന്റെ അകത്ത് മലയാളം കാണും, അതിന്റെ അകത്ത് മലയാളത്തിന്റെ ക്ലാസ് ഉണ്ടാവും. 4ന്റെ അകത്ത് മലയാളം കാണും, അതിന്റെ ക്ലാസ് ഉണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷന്റെ വീഡിയോ കാണാനുള്ള പരിപാടി. അതിന് വേറെ ഒന്നുമില്ല, നമ്മളെ ഇങ്ങനെ വരുന്ന ഇതിന്റെ അകത്ത് താഴെ ബാച്ചിൽ പോവുക, അവിടെ നമ്മുടെ ബാച്ച് സെലക്ട് ചെയ്യുക, വീഡിയോസിൽ കയറുക, അവിടെ നമ്മുടെ കാറ്റഗറി ഏതാണോ അത് തിരഞ്ഞെടുക്കുക, അതിന്റെ വിഷയങ്ങൾ കാണുക. ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ കാറ്റഗറിയിൽ കയറുക, നിങ്ങൾ അതിന്റെ ക്ലാസ് കാണുക. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് നിങ്ങൾക്ക് മുൻകൂട്ടി ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പെർമിഷൻ ഒക്കെ ചോദിച്ചാൽ അക്സെപ്റ്റ് ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. ഇത് പുതിയതായതുകൊണ്ടാണ് കൊടുക്കുന്നു. നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന ക്ലാസ്സുകളുടെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് ഇമ്പോർട്ടന്റ് നോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചുമ്മാ ജസ്റ്റ് വാച്ച് ചെയ്യാം. സൈക്കോളജി, ഇതൊക്കെ പഴയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സമയത്തുള്ള നോട്ടുകളാണ്. നിങ്ങൾക്ക് ഇതിപ്പോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണം ഉപയോഗിക്കാം. നിങ്ങൾക്ക് വല്ല നോട്ടുകളും തന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഈ സ്റ്റഡി മെറ്റീരിയൽസിലായിരിക്കും തരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിന്റെ ഒരു ഡെമോ വീഡിയോ കൂടി നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഗ്രൂപ്പിൽ തരും. തന്നതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഒരു 10 മിനിറ്റിനകം, ഇപ്പം 9:37, 9:40, 10 മണിയാവുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വരും. ആ ലിങ്ക് വരുമ്പോൾ ആ ഡെമോ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബാച്ചെങ്ങാനും കാണാതെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരണം. എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് തരണം. സ്ക്രീൻഷോട്ട് കാണുമ്പോൾ എനിക്കറിയാം എന്താണ് പ്രശ്നം എന്നുള്ളത്. അല്ലാതെ അങ്ങനെ പറ്റി സാറേ, ഇങ്ങനെ പറ്റി സാറേ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മറ്റേ ചീട്ട് കുത്തുന്ന തത്തമ്മയൊന്നും ഇവിടെ ഇല്ല. നിങ്ങളത് കൃത്യമായിട്ടൊരു കാര്യമായിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ എളുപ്പമാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് A to Z കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരും. അതിൻ്റെ അകത്ത് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ എന്താണ്, ക്ലാസ്സുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോ എന്നോട് ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാറേ, ഒരു കോൾ ഇടയ്ക്ക് വന്നാൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്ന അർജന്റ് കോളൊക്കെ ആണെങ്കിൽ കോൾ എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും റീജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫോൺ നമ്പറുകൾ, ആ ഗ്രൂപ്പിലുള്ള എല്ലാ നമ്പറുകളും നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനിലും നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ പേഴ്സണൽ ഇതിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പുറത്തു പോയി തിരിച്ചു കയറാം. സാറ് പിന്നെ കയറാൻ പറ്റില്ല എന്ന് ഇന്നൊരു ഇതിൽ കണ്ടു, അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അത് നിങ്ങൾക്ക് കയറാം. നിങ്ങൾക്ക് കയറുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം കയറി ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങി പോകേണ്ട വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ലേ, ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ പ്രശ്നമൊക്കെ കാണും. എന്നാൽ പോയി ഒരു ബിസ്ക്കറ്റ് കഴിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുന്ന സമയം കൊണ്ട് പിന്നെ അത് പോയാൽ ബാക്കി കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവൂല. ഓക്കെ, അനിൽകുമാർ സാറിന് ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ല തുടക്കം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. ഞാൻ അതിനുള്ള മറുപടി ഇപ്പൊ തന്നെ തരും. സ്പോട്ടിൽ മറുപടിയാ. ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ സ്കൂളിലുള്ള കൂട്ടുകാർക്കൊക്കെ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിലേക്ക് നമ്മൾ 8-ാം തീയതി തുടങ്ങുന്ന ബാച്ചിലേക്ക് അതിൻ്റെ അകത്ത് നമ്മൾ 200 പേരെ എടുക്കും. അവരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വിദ്യാവീതിയിലേക്ക് പറഞ്ഞു വിടാം കേട്ടോ. ഒരു കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് നിങ്ങളോട് കാണിക്കുന്ന അതേ രീതി തന്നെ നമ്മൾ അവിടെയും പുലർത്തും. ഓക്കെ, പറഞ്ഞോ ടീച്ചറെ. പക്ഷേ ലിങ്ക് വരുന്നത് പറഞ്ഞല്ലോ 10 മണിക്ക്. 10 മണിക്ക് ലിങ്ക് വരും. അതൊന്നുകൂടി പറയോ, അതൊന്ന് ക്ലിയർ ആയില്ലേ? 10 മണിക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നെങ്കിൽ ആൻഡ്രോയിഡിൽ കയറുക, ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിന്റെ ഇതിൽ കയറുക, ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിക്കുക. പോയിട്ടേ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട കേട്ടോ. കാരണം നമ്മൾ ഇന്ന് മുതൽ ഒരു കുടുംബമാണ്. ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിൽ എഴുതിയിട്ടതുപോലെ നിങ്ങളെക്കാളും ഒരു കുറച്ച് പ്രായക്കുറവുണ്ടെന്നേ എനിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇന്നത്തെ ഈ കുടുംബത്തിലെ അഡ്മിൻ ഞാനായതുകൊണ്ട് മൂത്ത കാരണവരായിട്ട് നിങ്ങൾ എന്നെ അങ്ങ് കണ്ടാൽ മതി.
നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും പരീക്ഷ വരെ എന്റെ എല്ലാ ഇടപെടലിലും ഉണ്ടാവും കേട്ടോ. പ്രായമൊന്നും നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 97 വരുന്നവരൊക്കെ തന്നെ എടാ പോടാന്നൊക്കെ വിളിക്കാനുള്ള പ്രായമുള്ളൂ എനിക്ക്. പക്ഷെ കൊച്ചുമാനൊക്കെ വിളിക്കാനുള്ള പ്രായമുള്ളൂ. എന്നാലും നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പരീക്ഷ കഴിയുന്നിടം വരെ ഞാൻ തന്നെയാണ് കാരണവര്. അപ്പം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം, ചോദിച്ചു മേടിക്കാം. പിന്നെ ഒരു മടിയും വിചാരിക്കേണ്ട. കാരണം നിങ്ങൾ പൈസ അടച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്, അല്ലാതെ ആരുടെ ഔദാര്യം കൊണ്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ ചോദിച്ചു മേടിക്കുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇവിടെ കാണിക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് ഒരു സാധനം തരാൻ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടാതെ വന്നാൽ ചോദിച്ചു മേടിക്കാം. അത് നിങ്ങൾക്ക് ധൈര്യം. നമ്മൾ നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഗൂഗിൾ പേയിലോ അങ്ങനെ എന്താ പറയുന്നത് ഈ അക്കൗണ്ട് ത്രൂ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് റീഫണ്ട് തരണമെങ്കിൽ തരാൻ വേണ്ടി തന്നെയാണ് നമ്മളത് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ എന്താ 100% നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ ശതമാനം നിങ്ങൾക്ക് അറിയാലോ, 7, 10, 11 ഈ കേട്ടത്തിൽ മൊത്തം ജയിക്കുന്ന ആളുകളുടെ ശതമാനം. അപ്പൊ അതിൽ നമുക്ക് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ 100% നമ്മൾ ചെയ്യും. പിന്നെ നിങ്ങളുടെ കയ്യിലാണ്, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഓക്കെ സാർ, പിന്നെ കാറ്റഗറി 2ന്റെ ഓപ്ഷൻസ് പറഞ്ഞില്ലേ, മാത്സും സയൻസും അതേപോലെ സോഷ്യലും, അതൊന്നുകൂടി വ്യക്തത അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണോ അപേക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് അത്? അല്ല, നമുക്ക് കാറ്റഗറി 2 മൈക്ക് ഓഫ് ആക്കി കൊടുത്തത് ഞാൻ പറഞ്ഞുതരാം. കാറ്റഗറി 2 നമുക്ക് 2 വിഷയങ്ങളാണുള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള മലയാളം, സൈക്കോളജി, ഇംഗ്ലീഷ്, ഇത് 90 മാർക്ക്. അത് കൂടാതെ വരുന്ന ബാക്കി 30, 60 മാർക്ക് ഒന്നുകിൽ നമുക്ക് സോഷ്യൽ സയൻസ് എഴുതാം. 60 മാർക്കിന്റെ സോഷ്യൽ സയൻസ് മാത്രമായിട്ട് എഴുതാം. അപ്പൊ നമ്മൾ അത് പരീക്ഷാ ഹാളിൽ നമുക്ക് OMR ഷീറ്റ് കിട്ടുമ്പോൾ അതിന്റെ അകത്താണ് നമ്മൾ ബബിൾ ചെയ്യുന്നുള്ളൂ. അതിനു മുമ്പ് നമ്മൾ അപേക്ഷാ ഫോമിലൊന്നും കൊടുക്കുന്നൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കൈ കിട്ടി കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം എന്ത്, ഞാൻ സോഷ്യൽ എഴുതണോ സയൻസ് എഴുതണോ എന്നുള്ളത്. അവിടെ വെച്ച് വരെ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയമുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഒരിടത്തും കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കുമ്പോഴാണോ പെട്ടെന്നൊന്ന് മറിച്ച് നോക്കിയിട്ട് സയൻസ് എളുപ്പമെങ്കിൽ സയൻസ് പിടിക്കാം, സോഷ്യൽ സയൻസ് എളുപ്പമെങ്കിൽ സോഷ്യൽ സയൻസ് പിടിക്കാം. കാരണം ഡിഗ്രിയും TTC ഉള്ളവരാണ് അല്ലെങ്കിൽ BEd ഉള്ളവരാണ് ഈ പറയുന്ന കാറ്റഗറി 2 എഴുതാൻ അർഹതയുള്ളവർ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ സമയത്തും തീരുമാനിക്കാം. പക്ഷെ എളുപ്പം എന്ന് പറയുന്നത് ഞാൻ കണ്ടിടത്തോളം, ഇത്രയും നാളത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിടത്തോളം മാത്സ് നല്ല എളുപ്പമാണ്. സയൻസ് മാത്സ് നല്ല എളുപ്പമാണ്. നമുക്ക് ഒരു 20-22 മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ സയൻസ് എന്ന് പറയുന്ന കാര്യം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പൊക്കെ വന്ന് കണ്ടേക്കുന്നത്. മടുപ്പിക്കുകയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടിന്റെയും ക്ലാസ് നമുക്കുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയറിക്കോളൂ, കണ്ടോളൂ, കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. സോഷ്യൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മയമുണ്ട്. മാത്രമല്ല നിങ്ങൾ ഈ GK ഒക്കെ ഒരുപാട് കൈകാര്യം ചെയ്യുന്ന അധ്യാപകരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഈ USS ഒക്കെ അല്ലെങ്കിൽ LSS ഒക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറെ കുറുക്കു വഴികളും കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല. സർവീസിലുള്ള അധ്യാപകർക്ക് ഇത് കിട്ടില്ല എന്നൊക്കെ ആൾക്കാർ പോഴന്മാർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോകണ്ട. കാരണം പുറത്ത് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ സബ്ജക്റ്റിനെ കുറിച്ച് ഗ്രാഹ്യമുള്ളത് നിങ്ങളാണ്. നിങ്ങൾ ഓരോ ദിവസവും എടുത്ത് പഴകുന്നതും കൈകാര്യം ചെയ്യുന്ന SCRT പാഠപുസ്തകങ്ങളാണ്. ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പൊ പിന്നെ നിങ്ങളല്ലേ ഈ പരീക്ഷയ്ക്ക് ജയിക്കേണ്ടവർ. 100% നിങ്ങൾ തന്നെയാണ് ജയിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചോട്ടുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഇനി OMR ഷീറ്റിന്റെ കാര്യം പറഞ്ഞാൽ സംശയമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറി 2 അവിടെ വെച്ച് വേണമെങ്കിലും കറപ്പിക്കാം എന്നാണ് കേട്ടോ. സയൻസ് വേണം, സയൻസ് ഉണ്ട്, നമുക്ക് സയൻസും ഉണ്ട് സോഷ്യൽ സയൻസും ഉണ്ട്. സെപ്പറേറ്റ് ക്ലാസ്സുകൾ എടുക്കും. 2 പേരെ ഉള്ളെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ലൈവ് ക്ലാസ് എടുക്കും കേട്ടോ. സർ, ഏതെങ്കിലും കാരണവശാലും നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായ അതിന്റെ റെക്കോർഡിംഗ് ക്ലാസ് കിട്ടുമോ? ഇന്നത്തെ ലൈവ് ക്ലാസ് നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. എല്ലാ ദിവസത്തെയും ഏതെങ്കിലും നല്ല എല്ലാ ദിവസത്തെയും ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം ഒരു 2 മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇടും. ഓക്കെ സർ, ഈ കാറ്റഗറി 2 എക്സാം എഴുതണമെങ്കിലേ